ഹലോ ഹലോ ചന്തു അല്ലേ? അതെ. സോമചേട്ടൻ ഓഫീസിൽ വന്നായിരുന്നോ? ഇല്ല ചേച്ചി, ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. എവിടെയെങ്കിലും പോകുന്ന കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ചേട്ടൻ അങ്ങനെ പറയാതെ അങ്ങോട്ടും പോവാറില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും അന്വേഷിക്കണോ? വേണ്ട, വന്നാലൊന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. ആ ശരി, ഞാൻ പറഞ്ഞേക്കാം. അമ്മേ, നീ ഇത് ആരോട് പറയാതെ എവിടെ പോയതാ? ഇവിടെ ഒരു പെൺകൊച്ചു മാസം തികഞ്ഞിരിക്കുവാണെന്നുള്ള വല്ല വിചാരം ഉണ്ടോ നിനക്ക്? ചെറുക്കനെ എന്നെ കൂട്ടാൻ വേണ്ടി വന്നതാണ് ചെല്ലാനത്ത്. നിങ്ങളാരാ? വൈറ്റാട്ടി. വൈറ്റാട്ടിയോ? എന്തോന്നിന്? അത് ശരി, ഇവിടെയൊക്കെ വൈറ്റാട്ടികളെ കളക്ടറിന്റെ പണിയാണ് ചെയ്യണത്. ആരാ എന്റെ ഭാര്യയുടെ അമ്മയാ. അതാണ്. ശരിയായിക്കോളും. സോമ, നീ എന്തോന്ന് ഉദ്ദേശിച്ച? എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. എന്ത് സംഭവിക്കാൻ? പൂവമ്പഴം പോലെ പേറിയാൻ എടുത്തു തരും, ഒരു ഈച്ച കുഞ്ഞു പോലെ അറിയാതെ. അതിന് അവിഹിത ഗർഭമൊന്നുമല്ല. എന്ന് വെച്ച് പ്രസവം ടിക്കറ്റ് വെച്ച് ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? സോമ, ഇവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇപ്പം ഇറങ്ങി വീട്ടിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും പോയിക്കോളൂ. എടി, ഒന്നും എടുക്കാൻ നിൽക്കണ്ട, ഇപ്പൊ ഇറങ്ങിക്കോണം. ഒരു സൂചി കുത്തിയാ പോലും നെഞ്ചു പിടക്കണ അമ്മമാരാണ് ഈ പിച്ചാത്തോണ്ട് കീറാൻ പിടിച്ചോണ്ട് പോണത്. ഞാൻ പേരെടുത്ത ഒരു തള്ളയും പുള്ളയും ചത്തിട്ടില്ല. വാ മോളെ, ഇറങ്ങാം. വേണ്ട മോളെ. വാ ചേട്ടാ, നമുക്ക് പോവാം. ജാനകി, ശരി. അതെ, ചേട്ടത്തി വന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ചേട്ടത്തി വന്ന അമ്മയ്ക്ക് മാത്രമല്ലല്ലോ, എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. ചേട്ടത്തി അന്ന് നിന്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തത്? കൈയെടുക്ക്. പറയ്. ആണോ? ഞാൻ 8 പേർ പറ്റതാണ്. അന്നൊക്കെ നിറവരമായിട്ട് കക്കവാരം പോവായിരുന്നു. പണിയെടുത്ത് കിടന്നാലേ ഈ പേരൊക്കെ പുട്ടുപോലെ ഇങ്ങ് പോരും. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പണിയെടുക്കണ്ടല്ല, മുറ്റൊടിക്കൂല, വെള്ളം കോരൂല, അടപ്പി തീയൂതണ്ട, എന്നിട്ട് സുഖപ്രസവവും വേണം. ആ മോനെ പിന്നെ കയ്യിലും പാലാരിഷ്ടം തെന്നിയന്ത്രം കുഴമ്പ്, പിന്നെ ഇരട്ടി മധുരം. ഇതൊക്കെ വേഗം മരുന്നിടന്ന് മേടിച്ച് വെച്ചേക്കണോട്ടാ. പിടിച്ചില്ല ചേച്ചി ഒരു ദിവസം 2 നേരം വെച്ച് കുറുന്തോട്ടി പാൽ കഷായം കൊടുക്കുമായിരുന്നു. 8ാം മാസം നിർത്തിയത്. പിന്നെ ചേച്ചി പറഞ്ഞ കുഴമ്പൊക്കെ ഉപയോഗിച്ചാണ് ഞാനും കൂടെ കുളിക്കുന്നത്. മതിയുടെ ചക്കരെ ധൈര്യമായിട്ടിരുന്നോ, ഒരു കുഴപ്പമുണ്ടാവില്ല.